ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനുവരി 19 ഞായർ, ധനഹാ കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബ്ലസ് 364 നിങ്ങളിലേക്ക് എത്തുകയാണ്. അതിനൊരു കാരണം, ഞാനിങ്ങനെ വീണ്ടും തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ആഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് തിരക്ക് വരുമ്പോഴും മറ്റ് ഷെഡ്യൂൾ വരുമ്പോഴും പിന്നെ ഇനി ഒന്ന് തുടങ്ങാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്കൊക്കെ ഉള്ളതാണല്ലോ. ഒരു കാര്യം ഒന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, അങ്ങനെയൊക്കെ വന്നിങ്ങനെ തേങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ഇപ്പോൾ ശനിയാഴ്ച എനിക്ക് രാവിലെ ഒരു മെസ്സേജ് വന്നത്, ഫീഡ് മൈ ഷീപ്പിനെ പിന്തുണയ്ക്കുന്ന ഒരു കുടുംബം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു കുടുംബം, അവർ അവിടെ നിന്നൊരു ഓഡിയോ അയച്ചിരിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്ക് ബ്ലസ് 364 ഇല്ലാത്തത് കൊണ്ട് ഒരു ഉണർവില്ല എന്ന്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ അത്ഭുതമായി. അവർ പറയുന്നതിങ്ങനെയാണ്, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നാളത്തെ ബൈബിൾ ഭാഗം വായിച്ച്, സുവിശേഷ ഭാഗം വായിച്ച് ബ്ലസ് 364 കൂടെ കേട്ടിട്ടാണ് പിരിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊന്ന് ഓണാകും, ഈ സുവിശേഷമൊക്കെ ഒന്ന് ധ്യാനിക്കും. ഇപ്പോൾ അത് കുറച്ച് കാലമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഒരു മന്ദിപ്പ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും വേഗം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, മറ്റ് പ്രോഗ്രാംസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ റിപ്ലൈ അയച്ചു, ഇന്ന് തന്നെ തുടങ്ങുകയാണ്. കാരണം അത് കേട്ടപ്പോൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചും കൂടെ കേട്ടപ്പോൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് ഉടനെ തന്നെ അങ്ങ് തുടങ്ങുന്നതാണ്. അങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ധനഹാ കാലത്തിലാണ് നമ്മൾ. ധനഹാ കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. ധനഹാ കാലത്തോട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകുന്ന ഒത്തിരി പേരുണ്ടായിരിക്കുമല്ലോ. ഇടദിവസം പോകുന്ന വലിയൊരു ഗണമുണ്ട്, ഞായറാഴ്ച മാത്രം പോകുന്നവരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ധനഹാ കാലത്ത് വെള്ളിയാഴ്ചകളിൽ കൂടെ പള്ളിയിൽ പോകാൻ ശ്രമിക്കണം. വെള്ളിയാഴ്ച കൂടെ പള്ളിയിലേക്ക് പോകണം. കാരണം ധനഹാ കാലത്തെ വെള്ളിയാഴ്ചകളെല്ലാം നമുക്ക് തിരുനാളുകളാണ്. ശരിക്കും നമ്മുടെ സഭയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഭാഗമാണത്. എത്ര സുന്ദരമായിട്ടാണ് ഈശോ തമ്പുരാൻ്റെ പരസ്യജീവിതത്തെ അനുസ്മരിക്കുന്ന ധനഹാ കാലത്ത് കർത്താവിൻ്റെ സുവിശേഷത്തെ പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ ഓരോ വെള്ളിയാഴ്ചകളിലും അനുസ്മരിച്ച് ഒടുക്കം ധനഹാ കാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ആ ക്രമം. അതുകൊണ്ട് 1-2 വെള്ളിയാഴ്ചകൾ മുടങ്ങി. ആദ്യത്തത് ധനഹാ 1-ാം വെള്ളി സ്നാപക യോഹന്നാൻ മാംദാനയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം 2-ാമത്തെ വെള്ളിയാഴ്ച പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. ഇനി വരുന്ന വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ തിരുനാളുകളാണ്. സുവിശേഷകന്മാരുടെ തിരുനാൾ ആഘോഷിക്കും, സഭാപിതാക്കന്മാരുടെ ആഘോഷിക്കും, ഇടവക മധ്യസ്ഥൻ്റെ ആഘോഷിക്കും. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഹോംവർക്കായിട്ട് തരികയാണ്. ധനഹാ കാലത്തെ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന പങ്കെടുത്ത് ആ തിരുനാളിൻ്റെ ചൈതന്യത്തെ, ധനഹാ കാലത്തിൻ്റെ തിരുനാൾ ചൈതന്യത്തെ ഉൾക്കൊള്ളണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വായനകൾ, ജനുവരി 19 ഞായറാഴ്ചത്തെ 4 വായനകളിലൂടെ വേഗമൊന്ന് യാത്ര ചെയ്യാം. ആ 4 വായനകൾ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈ ഭാഗം വെച്ചിരുന്ന് ഇങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു ഇൻസൈറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യാം. അത് നമ്മളെ 4 വായനകൾ. 1-ാം വായന സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. സംഖ്യയുടെ പുസ്തകം, സംഖ്യ 11-ാം അധ്യായം 11 മുതൽ 20 വരെ. അവിടെ നമ്മൾ കാണുന്നത്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഇസ്രായേൽ സമൂഹം മോശയോട് പരാതിപ്പെടുന്ന ഭാഗമാണ്. മോശയോട് പരാതി പറയുന്നു. അപ്പോൾ ഈ പരാതി കേട്ടിട്ട് ഉലഞ്ഞു പോയ മോശ കർത്താവിനോട് തിരിച്ച് പരാതി പറയുകയാണ്. ഞാൻ എന്തിനാണ് ഈ ഭാരം എല്ലാം കൂടെ എടുക്കുന്നത്? ഞാനാണോ ഇതുങ്ങളെ പെറ്റിട്ടത്? എന്തിന് ഇതുങ്ങളുടെ ഭാരമെല്ലാം എൻ്റെ മേൽ ചുമത്തുന്നു? ഞാനാണോ ഇവരെ പ്രസവിച്ചത്? ഇവർക്കെല്ലാം കഴിക്കാനുള്ള മാംസം എവിടെ നിന്ന് കിട്ടും? ഇവരെ താങ്ങാൻ ഞാൻ ശക്തനല്ല എന്നൊക്കെ പറഞ്ഞ് മോശ പരാതി പറയുകയും ഒടുക്കം കർത്താവ് തിരിച്ചു വാഗ്ദാനം കൊടുക്കുന്നു, സാരമില്ല, പരിഹരിക്കാം എന്ന് പറയുകയും ചെയ്യുന്ന ഭാഗം. അതിനുശേഷം 2-ാം വായന ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഭാഗം. അവിടെ കർത്താവ് തമ്പുരാൻ മറ്റ് ദേവന്മാരുടെ പുറകെ, വിഗ്രഹങ്ങളുടെ പുറകെ പോകരുതെന്നും മറിച്ച് എൻ്റെ വാക്ക് കേൾക്കുവിൻ എന്നും പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഏശയ്യാ 45, 18 മുതൽ 46-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ. ഏശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 18-ാം വാക്യം മുതൽ 46-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ. ഈ ഭാഗം മുഴുവൻ വായിച്ചിട്ട് നിങ്ങളൊരു കാര്യം കണ്ടുപിടിക്കണം. അങ്ങനെ ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഇവിടം വെച്ച് പോസ്റ്റ് ചെയ്തു. ഈ ഭാഗം വായിച്ചിട്ട് എന്താണ് ഏറ്റവും ആവർത്തിച്ച് വരുന്നത്, സ്ട്രൈക്ക് ചെയ്യുന്ന വാക്ക് എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നിട്ട് തിരിച്ചു വന്നത് കേട്ടാലും മതി. ആവർത്തിച്ചു വരുന്നത്
യെശയ്യാ 45:18 മുതൽ 46:3 വരെയുള്ള ഭാഗത്ത്. കാരണം ആവർത്തിച്ച് വരുന്നത് മെയിൻ ത്രസ്റ്റാണ്, ഈ വാക്കാണത്. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇത് ആവർത്തിച്ച് കർത്താവ് പറഞ്ഞു കൊടുക്കണം, മറ്റൊന്നിൻ്റെയും പുറകെ പോകാതെ. അതെപ്പോഴാണ്? അതായത് ഒന്നാം വായനയിൽ നമ്മൾ എന്താ കാണുന്നത്? ഈ ഭാരം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഭാരം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ മറ്റുള്ളവയുടെ പുറകെ പോകരുത്. ശരിക്കും ഇന്ന് സംഭവിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഈ ഓട്ടപ്രദക്ഷിണം, അലച്ചിൽ, പലയിടത്തോട്ടുള്ള ഈ ഈ ഈ പരക്കം പായൽ, ഇതിൻ്റെയൊക്കെ കാരണം എന്നാ? എല്ലാവരും പറയുന്ന കാരണം എന്താ? ശരിയാണ്, നമുക്ക് സങ്കടം വരും ആളുകളുടെ ഈ ഓട്ടവും കരച്ചിലും കൂവലും കാണുമ്പോൾ. എന്താ കാര്യം? ഭാരം താങ്ങാൻ പറ്റുന്നില്ല, ഇതെല്ലാം കൂടെ നമുക്ക് പറ്റുന്നില്ല. വി ആർ വൾണറബിൾ, നമ്മളെ കൊണ്ട് താങ്ങുന്നില്ല. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഓടുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. കർത്താവ് തമ്പുരാനെ മറന്നിട്ട് മറ്റൊന്നിൻ്റെ പുറകെ, അത് ആചാരാനുഷ്ഠാനങ്ങളാകാം, ഭക്താഭ്യാസങ്ങളാകാം, വിശുദ്ധരാകാം, അങ്ങനെ എന്തുമാകാം, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ ഉത്തംഗ ശൃംഗത്തിൽ കർത്താവ് തമ്പുരാൻ ഉണ്ടാകണം. കർത്താവ് തമ്പുരാനെ മറന്നിട്ട് മറ്റൊന്നിൻ്റെ പുറകെ ജീവിതഭാരത്തിൻ്റെ പേരും പറഞ്ഞ് പോകരുതെന്ന് കർത്താവ് ഓർമ്മ. അവസാനം പറയുന്നതാണ്, അവസാനത്തെ വാക്യം 46:3. ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ, എൻ്റെ വാക്ക്, എൻ്റെ വചനം കേൾക്കുവിൻ. ഇത് തന്നെയാണ് ഹെബ്രായ ലേഖനം. എടുക്കാം, മൂന്നാമത്തെ വായന ഹെബ്രായ ലേഖനം. ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ ഇതേ കാര്യം ആവർത്തിച്ച് പറയുകയാണ്. ഹെബ്രായ 4:2 വാക്യം. എന്നാൽ അവർ കേട്ട വചനം പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. തൊട്ടും പറഞ്ഞ എന്താ? എൻ്റെ വാക്ക് കേൾക്കുവിൻ. കുറേ പേര് ഈ വാക്ക് കേട്ടു, പക്ഷെ വാക്ക് കേട്ടൊരു അപകടം പറ്റി. അവർ കേട്ട വാക്ക് അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അതിൽ വിശ്വസിച്ചില്ല. എന്നിട്ട് വീണ്ടും താഴോട്ട് വരുവാണ്, 7-ാമത്തെ വാക്യം. ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കർത്താവിൻ്റെ വചനത്തിന് കാതോർക്കുക. ജീവിതഭാരം മൂലം നമ്മളൊന്ന് ഓർത്തേ, സംഖ്യയുടെ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാരം താങ്ങാൻ പറ്റുന്നില്ല, ജീവിതത്തിൻ്റെ ഭാരം താങ്ങാൻ പറ്റുന്നില്ല. കർത്താവ് പറയുന്നു 2-ാമത്തെ വായനയിൽ, ഭാരം താങ്ങാതെ വരുമ്പോൾ ഓർത്തേക്കണം, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവമില്ല, മറ്റൊന്നിൻ്റെ പുറകെ പോകരുത്, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഹെബ്രായ ലേഖനത്തിൽ എൻ്റെ വാക്ക് കേട്ടാൽ മാത്രം പോരാ, അത് വിശ്വസിക്കുവിൻ. ഇനിയെങ്കിലും നിങ്ങളെൻ്റെ വാക്കൊന്ന് കേട്ട് വിശ്വസിച്ചിരുന്നെങ്കിൽ. എന്നിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം, അവിടെ സുന്ദരമായൊരു ഭാഗം. യോഹന്നാൻ മാംദാന ഈശോയെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നത്തെ വായന ഇതാണ്, യോഹന്നാൻ 1:29-34. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്താ സംഭവം? ക്ലൈമാക്സ്. വാക്ക് കേൾക്കുവിൻ. ആരായത്? വാക്ക്, വചനം, മാംസമായവൻ ദാ മുമ്പിൽ. ജീവിതത്തിൻ്റെ ഭാരം പറ്റുന്നില്ല, ഇതിൻ്റെ ഭാരമല്ല എൻ്റെ തലയിലോട്ടാണോ എന്ന് മോശ ചോദിച്ചില്ലേ? ഇതാ ലോകത്തിൻ്റെ ഭാരവും പാപവും മാറ്റുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കർത്താവ് പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്ന് ഈ ഭാഗം വായിച്ച് പ്രാർത്ഥനയോടെ ഇരുന്ന കുറച്ച് നേരം, ആ നേരത്തെ കർത്താവ് തന്നൊരു ഇൻസൈറ്റ് ഞാൻ ഷെയർ ചെയ്യും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി അത് കേട്ടപ്പോൾ. ചേടാ എന്ന് ചിന്തിച്ചു പോയി, എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു പോയി. ആ ഭാഗം എടുക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെടുത്ത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് ഇന്നത്തെ ഭാഗം യെശയ്യായും പോട്ടെ, സംഖ്യ 11 എടുക്കാം. ഇന്ന് നമ്മൾ നമ്മൾ തൊട്ട് മുമ്പ് ജസ്റ്റ് പറഞ്ഞു പോയ ആ ഭാഗം ഒന്നും എടുത്തേ. സംഖ്യ 11. ഇത് ഒരു പൊട്ടച്ചിന്തയാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇതിന് വലിയ ആധികാരികതയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെയാണോ? അല്ലായിരിക്കും. പക്ഷേ കർത്താവ് തരുന്നൊരു ചിന്ത, അത് സുവിശേഷത്തിന് നമ്മൾ പറയുന്നുണ്ട് യൂണിറ്റി ഓഫ് ഐഡിയ. എന്നുവെച്ചാൽ ബൈബിളിൻ്റെ ആകമാനമുള്ള ആശയത്തിന് വിരുദ്ധമായ ഒരു ചിന്തയിലോട്ട് പോകാതിരിക്കുന്നിടത്തോളം, ബൈബിളിൻ്റെ ആകമാനമായൊരു ആശയത്തോട് വിരുദ്ധമായ ചിന്തയിലോട്ട് പോകാതിരിക്കുന്നിടത്തോളം, ഒപ്പം തന്നെ സഭയുടെ ഈ വ്യാഖ്യാന പാരമ്പര്യത്തോട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി ഉണ്ടല്ലോ, ചരിത്രം ഇങ്ങനെ വ്യാഖ്യാനിച്ച് വന്ന ആ ശൈലിയോട് തെറ്റാതെ പറയുന്നിടത്തോളം അത് ഉചിതമാണ്. അതുകൊണ്ട് ആ വിചാരത്തിൽ തന്നെ ഞാനിത് പറയുന്നത്. ശ്രദ്ധിച്ചെടുക്കുക. സംഖ്യയുടെ പുസ്തകം ഇന്നത്തെ ഭാഗം, സംഖ്യ 11-ാം വാക്യം തൊട്ടുള്ള അത് തുറന്നു വെച്ചേ. എന്നിട്ട് ഞാൻ പറയുന്നതൊക്കെ വരയ്ക്കണം. മോശ കർത്താവിനോട്, എന്ന് വെച്ചാൽ ആരാ മോശ? ഇസ്രായേലിൻ്റെ വലിയ പ്രവാചകൻ. ഹീറോയിക് ഇമേജാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് മോശ. ഈജിപ്തിലെ അടിമപ്പാളയത്തിൽ നിന്ന്, ഫറവോയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നവൻ. ഒരു സമയത്ത് ചോദിക്കുകയാണ്,
അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്? അടുത്തത്, ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എന്തേ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. മോശയ്ക്ക് പറ്റുന്നില്ല. ശ്രദ്ധിച്ചിരിക്കണം. ഒരു വശത്ത് മോശ, ഇപ്പുറത്താരെന്നറിയാമോ? ഈശോ. ഇവിടെ മോശ, ഇവിടെ ഈശോ. മോശ പറയുന്നു, ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് എന്തുകൊണ്ട്? എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പുറത്താര്? ഈശോ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്താണ് ഈ കുഞ്ഞാട്? കുഞ്ഞാടിൻ്റെ കൺസെപ്റ്റ് എന്താ? ഇസ്രായേൽ പാപപരിഹാരത്തിൻ്റെ ബലിയർപ്പിച്ച കുഞ്ഞാട് എന്താ? ലോകത്തിൻ്റെ മനുഷ്യരുടെ പാപം മുഴുവൻ ഒരു കുഞ്ഞാടിൻ്റെ മേൽ ആരോപിക്കും. കുഞ്ഞാടിൻ്റെ മേൽ വെച്ചിട്ട് കുഞ്ഞാടിനെ മരുഭൂമിയിലേക്ക് തള്ളിവിടും, മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടും, അല്ലെങ്കിൽ ബലിയർപ്പിക്കും. ഇവിടെ മോശ പറയുന്നു, ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം താങ്ങാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇപ്പുറത്ത് ഈശോ ലോകത്തിൻ്റെ പാപഭാരങ്ങളെ മുഴുവൻ അവൻ ഏറ്റെടുക്കുന്നു. അടുത്തത്, ഈ ജനത്തെ ഞാനാണോ, നോക്കിയ 12-ാം വാക്യത്തിൻ്റെ അവസാനം, ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ ജനത്തെ പ്രസവിച്ചത് ഞാനാണോ? ഈശോയിൽ 2 രീതിയിൽ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന്, ജനത്തെ പ്രസവിച്ചത് എന്ന് വെച്ചാൽ എന്താ? അവരെ ഒറിജിനേറ്റ് ചെയ്തത്, തുടക്കമിട്ടത് ഞാനാണോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ വാക്കാൽ, വചനത്താൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ആരാണ് വാക്ക്? വചനം. ത്രിത്വത്തിൽ 2-ാമൻ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, ഈശോ തമ്പുരാൻ. അവനാണ് ഈ സമൂഹത്തെ പ്രസവിച്ചത്. അടുത്തത്, അപ്രയം പിതാവിൻ്റെ എഴുത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകി. അതിനെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? ഈശോ കുരിശിൽ തന്നെ സഭയെ പ്രസവിച്ചിടുകയായിരുന്നു, ജനത്തെ, സഭയെ. കാരണം ഒരു മനുഷ്യരീരത്തിൽ നിന്ന് രക്തവും ജലവും ഒരുമിച്ചിറങ്ങുന്നത്, ഒരുമിച്ച് പുറത്തേക്ക് ഡെലിവറി ടൈം എന്നാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. പ്രസവിച്ചിടുകയായിരുന്നു. അവിടെ മോശ ചോദിക്കുന്നു, ഞാനാണോ ജനത്തെ പ്രസവിച്ചത്? എനിക്കെന്ത് ഉത്തരവാദിത്വം? ഇവിടെ ഈശോ വചനത്താലെ എല്ലാം സൃഷ്ടിച്ചു, വീണ്ടും എല്ലാത്തിനെയും പുതുക്കുന്നു. ജനത്തെ, സഭയെ കുരിശിൽ തന്നെ അവൻ അവസാനിക്കുന്നിടത്ത് അവൻ്റെ കണ്ടിന്യൂവേഷനായി, അവൻ തുടർച്ചയായി സഭയെ പ്രസവിച്ചിടുന്നു. അടുത്തത്, ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? മോശയുടെ സംശയം. ഈ ജനത്തിന് കൊടുക്കാൻ എവിടെ നിന്ന് മാംസം? എവിടെ നിന്ന് ഞാൻ തീറ്റ കൊടുക്കും ഇതുങ്ങൾക്ക്? മോശയുടെ ചോദ്യമാണ്. ഈശോ പറയുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ജനത്തിൻ്റെ പാപവിശപ്പിന് സ്വന്തം ഉയിരിനെ, സ്വന്തം ജീവനെ പകുത്തുകൊടുത്ത് അന്നമൂട്ടിയ കർത്താവ് തമ്പുരാൻ. ഇനി ഒടുക്കം, ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല. ലോകത്തിൻ്റെ മുഴുവൻ പാപഭാരത്തിൻ്റെ സ്ലീവാമരത്തെ, കുരിശുമരത്തെ ചുമന്നുകൊണ്ട് കാൽവരി മല കയറി പല ആവർത്തി നിലത്തു വീണ് അവൻ കുരിശിൽ സ്വയം സമർപ്പിച്ചപ്പോൾ അവൻ യഥാർത്ഥത്തിൽ ചെയ്തത് ഈ ജനത്തിൻ്റെ ഭാരം മുഴുവൻ അവൻ്റെ ഉടലിൽ അവൻ താങ്ങുകയായിരുന്നില്ലേ? പ്രിയമുള്ളവരെ, ഇന്നത്തെ ആ 4 വായനകളിലൂടെ ചിന്തിച്ചെത്തുന്ന ക്ലൈമാക്സിൻ്റെ പേരാണ് ഈശോ മിശിഹ. അവൻ്റെ പരിശീലനത്തിലൂടെ, അവൻ്റെ പീഡാനുഭവത്തിലൂടെ, അവൻ്റെ മരണത്തിലൂടെ അവൻ നമ്മുടെ പാപഭാരത്തെ ഏറ്റെടുത്തു. നമുക്ക് വേണ്ടി പരിഹാര ബലി അവൻ അർപ്പിച്ചു. ഈ വിചാരത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മിശിഹ രഹസ്യങ്ങളെ ധ്യാനിച്ച് ഈ ദനഹാകാലത്തിൽ അവൻ സുവിശേഷത്തിൻ്റെ ചൈതന്യത്തോട് ചേർന്ന്, വിശുദ്ധരുടെ നിരയോട് ചേർന്ന് നമുക്ക് ഈ പ്രത്യാശയുടെ വർഷം സ്വർഗയാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, ജീവിതഭാരങ്ങൾ ഏറുന്ന കാലത്ത്, നിരാശയുടെ വക്കിൽ നിൽക്കുന്ന കാലത്ത് വീണു പോകാതെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് യോഹന്നാൻ മാംദാന ലോകത്തിന് പരിചയപ്പെടുത്തുന്ന നിന്നിലേക്ക് നോക്കാൻ, നിന്നെ ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.